സൂപ്പർ സ്റ്റാർ ഉള്ള സിനിമയിൽ പോകാൻ കാരണം അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചുകൊണ്ടായിരിക്കുമല്ലോ പോവാത്തത്. ചേട്ടാ എന്തിനാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? അല്ല അതുകൊണ്ടായിരിക്കും മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ഞാൻ തിരുനക്കര അമ്പലത്തിൽ വെളുപ്പിന് ഒരു 3:30 ആയപ്പോൾ അമ്പലത്തിലൊക്കെ തൊഴുത് കുളിച്ച് കുറിയൊക്കെ തൊട്ട് മാന്യമായി വസ്ത്രമൊക്കെ ധരിച്ച് അമ്പലത്തിൽ കയറി കുളിച്ചോ? കുളിച്ചിട്ട് തൊഴാൻ പോയി. നിങ്ങൾക്ക് കൗണ്ടറാണ് വേണ്ടതെങ്കിൽ അതിനു വേണ്ടി ഞാൻ സാഹചര്യം ഉണ്ടാക്കി തരാം. ഇപ്പം നമ്മൾ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന അവിടെ ഈ വണ്ടി ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് തിരിച്ചു വിടുന്ന ആളോട് ഞാൻ ഗ്ലാസ് അതിട്ട് ചേട്ടാ ഇത് വഴി തിരിച്ചു വിടുകയല്ലേ, എനിക്ക് പോകേണ്ടത് കാക്കനാട് റൂട്ടാ, എന്താ ചെയ്യണ്ടേ? ഇയാൾ ഗ്ലാസ് താത്തതും അല്ല ഇത് എന്നാ ടെലികാസ്റ്റ് ചെയ്യുന്നതൊന്നും എനിക്ക് അറിയാൻ മേല. എന്നാലും ഇപ്പം നമുക്ക് ഷൂട്ട് ചെയ്യുന്ന ഡേറ്റ് വന്നിട്ട് March 16 ആണ്. മാർച്ച് 19 ആളുടെ പിറന്നാളാണ്. സീരിയലല്ല, സിനിമകൾ തന്നെ ഒത്തിരി കളഞ്ഞു. എനിക്ക് തോന്നുന്നു ഞാൻ കോമഡി സർക്കസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഹലോ ഹായ് നമസ്കാരം, മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. കുറേ ഇൻ്റർവ്യൂസ് നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസമുള്ള ഇൻ്റർവ്യൂ ആയിരിക്കും. കാര്യം പ്രായത്തിൽ വളരെ കുറവാണ്, പക്ഷേ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 10 വർഷമായി അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. തള്ളാന്നോ അല്ലയോ എന്നുള്ളത് നമുക്ക് ചോദിക്കാം. ഇപ്പം എന്നോടൊപ്പം ഉള്ള ലക്ഷ്മിയാണ്. ആനന്ദരാഗം ലൊക്കേഷനിലാണ് ഞാൻ ഉള്ളത്. ലക്ഷ്മി നമസ്കാരം. നമസ്കാരം ചേട്ടാ. നീ തള്ളിയതാണോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു? നിങ്ങൾക്ക് എന്നെ അറിയാൻ മേലേ, എന്നതായി ചോദിക്കുന്നത്? ഒരിക്കലും നീ തള്ളത്തില്ലെന്ന് എനിക്കറിയാം. നീ എന്ന് വിളിക്കുന്നത് ഹലോ പ്രേക്ഷകരെ, ഞങ്ങൾ തമ്മിൽ അത്ര ബന്ധം ഉണ്ടായതുകൊണ്ടാണ്. ലക്ഷ്മി അറിയാം. ലക്ഷ്മി കുറച്ച് നാളത്തിന് ശേഷം ഈ ലൊക്കേഷൻ കാണാൻ സാധിച്ചത് വളരെ സന്തോഷം. അതെ അതെ, മീറ്റിംഗ് ആയിരുന്നു. ഞാൻ നിന്നെ കണ്ടില്ല. ഇവിടെ വന്നപ്പോൾ അല്ലല്ല, ഇന്ന് ഈ ലൊക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ല, ഇന്നത്തെ സീനിലുണ്ടെന്ന് പറഞ്ഞില്ല. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ നിന്നെ പ്രതീക്ഷിക്കാതെ കണ്ടത്. വളരെ സന്തോഷം. പറയൂ, വിശേഷങ്ങൾ പറയൂ. ഓ, അവര് കോട്ടയംകാരാണല്ലോ, എന്നാന്നേ പറയത്തുള്ളൂ. എന്നാ ഞങ്ങളുടെ കോട്ടയത്തെ ഇപ്പോഴത്തെ വിശേഷം പറഞ്ഞാൽ ഇത് ഒരു മിനിറ്റ്, ഇത് എന്നാ ടെലികാസ്റ്റ് ചെയ്യുന്നത് യൂട്യൂബ് ചാനൽ? അത് പറയാൻ പറ്റത്തില്ല, ഡിപ്പെൻഡ് ആണ്. വിശേഷം പറഞ്ഞാൽ ഇത് എന്നാ ടെലികാസ്റ്റ് ചെയ്യുന്നതൊന്നും എനിക്ക് അറിയാൻ മേല. എന്നാലും ഇപ്പം നമുക്ക് ഷൂട്ട് ചെയ്യുന്ന ഡേറ്റ് വന്നിട്ട് March 16 ആണ്. മാർച്ച് 19 ആളുടെ പിറന്നാളാണ്. അപ്പോൾ 19 ടെലികാസ്റ്റ് ചെയ്യണമെന്നായിരിക്കും പറഞ്ഞാണോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ഇത് മാത്രമല്ല, അല്ല അത് വരാം, നമുക്ക് നോക്കാം, നമ്മുടെ എഡിറ്ററോട് പറഞ്ഞു നോക്കാം, ചാനലിൽ പറഞ്ഞു നോക്കാം. പറയൂ. അപ്പം എന്നാ ബർത്ത്ഡേ ആണ്. അതിനേക്കാളൊക്കെ ഉപരി ഞാൻ കോട്ടയംകാരിയാണല്ലോ. അപ്പം കോട്ടയംകാരി എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര പ്രൗഡാണ്. കാരണം ഞങ്ങളുടെ കോട്ടയത്ത് തിരുനക്കര അമ്പലത്തിൽ പകൽപൂരം ഉത്സവം നടക്കുന്ന സമയം. അപ്പം ഇപ്പം ലൊക്കേഷൻ അപ്പം നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഉത്സവ സമയത്ത് അധികം ദിവസം എന്നെ ഇവിടെ പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല എന്നവർ പറഞ്ഞെന്ന് പറഞ്ഞേ. കാരണം പൂരം ശരിക്കും ആനയുടെ ഒപ്പം എഴുന്നള്ളി നിൽക്കണം. അപ്പൊ എനിക്ക് ഉത്സവം അത് ചെറുപ്പം തൊട്ട് എവിടെ പോയാലും ഏത് ലോകത്ത് പോയാലും അമ്പലത്തില് പൂരത്തിന് ആറാട്ടിന് ഞങ്ങളുടെ ഭയങ്കര രസമാണ്. അപ്പം അതിനെപ്പോഴും ഉണ്ടായിരിക്കണം. അന്നേരം ഇവിടെ വിളിച്ച് പറയും ഇന്ന ഡേറ്റ് ഫ്രീ ആക്കി തരണം അങ്ങനെ. അപ്പം 19, 20 പകൽപൂരം, കോട്ടയത്ത് പകൽപൂരം നടക്കുന്ന സമയം, ആറാട്ട് നടക്കുന്ന സമയം, അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് ആഘോഷമാണ്. ടൗണ്, കോട്ടയം ടൗൺ ഇങ്ങനെ നിന്ന് തിളങ്ങുകയാണ്, മൊത്തത്തിൽ ഇങ്ങനെ തിളങ്ങുകയാണ്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഉള്ള കുട്ടിയാണ് ആര്? ലക്ഷ്മിക്കുട്ടി. ആനയുടെ ഒക്കെ പേരുണ്ട് ലക്ഷ്മിക്കുട്ടി അല്ലേ? പക്ഷേ ലക്ഷ്മിയെ കുറിച്ച് പറയാനാണെങ്കിൽ ലക്ഷ്മി ഭയങ്കര എന്താ പറയുക, എനർജറ്റിക് ആണ്. തണ്ടുക്ക്, അതായത് തിരിച്ച് ഞങ്ങളുടെ കൊല്ലം ജില്ല കൊട്ടാരക്കര തണ്ടുക്ക് കൊണ്ട് പറയുന്ന പോലെ പറഞ്ഞാൽ തിരിച്ച് ആ സ്പോട്ടിൽ പറയും. ഇപ്പോഴും ആ സ്വഭാവം ഉണ്ടോ? ചില സമയത്ത് അങ്ങ് ഒതുങ്ങും ചേട്ടാ, അത് പോട്ടേന്ന് വെച്ചിട്ടാ പറഞ്ഞ് എന്താ പറയാ. ചില സമയത്ത് നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കേണ്ട സാഹചര്യങ്ങളുണ്ടല്ലോ, വേണ്ട പോട്ടെ എന്ന് തോന്നുന്ന സമയത്ത് ഓക്കെ, അല്ലാത്ത സമയത്ത് ഞാൻ എന്നാന്നറിയാൻ മേല, എൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. വിവാഹം കഴിക്കുന്ന ആൾക്കാർ ബിബെയർ, അത് സൂക്ഷിക്കുക. കാര്യം എന്ന് വെച്ചാൽ എവിടെയാണ് ദേഷ്യം മൂക്കിൻ്റെ തുമ്പത്ത്? അങ്ങനെ ദേഷ്യക്കാരി അല്ല ഞാൻ. ന്യായത്തിനനുസരിച്ച് പ്രതികരിക്കും. ദേഷ്യക്കാരിയല്ല, പൊതുവെ ദേഷ്യക്കാരിയല്ല. പക്ഷെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊവോക്കേഷൻ ഭയങ്കരമാണ്. ചില സമയത്തുണ്ടല്ലോ നമ്മള് ഇങ്ങനെ അങ്ങോട്ട് ചൊറിഞ്ഞോ ഇങ്ങോട്ട് മാന്തിയും എടുക്കും. അങ്ങനെ ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ ലക്ഷ്മി ഈ പറഞ്ഞ പോലെ ഈ ചൊറിയുന്നൊരു കാര്യം പറഞ്ഞപ്പോഴേ, ചില ചൊറിയന്മാരുണ്ട് ഈ ട്രെയിനിലൊക്കെ കയറുമ്പം അല്ലെങ്കിൽ ബസ്സിൽ കയറുമ്പം, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. നീ കൂടുതലായിട്ടും
അപ്പം യാത്ര ചെയ്യുന്നത് ഈ സീരിയലിനൊക്കെ പോകുന്നത് ട്രെയിനിലല്ലേ യാത്ര ചെയ്യുന്നത്? അനിയെ കാറിൽ വരാറുണ്ട്. മിക്ക ആനന്ദരാഗത്തിൽ വരുന്നത് സമ്മതിച്ചത് എനിക്ക് കാറുണ്ട്. ഞാൻ ഇപ്പൊ ചോദിക്കുന്നത് അല്ല, സത്യമായിട്ടും അല്ല, എന്റെ അനിയന്റെ വണ്ടിയാണ്. സത്യമായിട്ടും ഇല്ല. അത് അങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. ചുമ്മാ പറഞ്ഞു അതല്ല. നമ്മൾ ബസ്സിൽ വരുമ്പോ അല്ലെങ്കിൽ ട്രെയിനിൽ അതായത് ബസ് മിക്കവാറും ട്രിവാൻഡ്രത്ത് ഷൂട്ട് ചെയ്തിപ്പോ നമ്മുടെ നിലമേലാണ്. ട്രിവാൻഡ്രത്ത് ഷൂട്ടിന് എപ്പോഴും ട്രെയിനിലാണ് പോകുന്നത്. അന്നേരം ഇതിനു മുമ്പ് ഒരു സീരിയൽ വർക്ക് ചെയ്യുമ്പോഴാണ്, ഭാഗ്യലക്ഷ്മി വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ പൊന്നോ, എന്നെ ഉണ്ണി വന്നാൽ പെട്ടു വിചാരിച്ചാൽ മതി. മീൻസ് എന്നെ കാണുമ്പോൾ ചിലപ്പം ഇപ്പം നമ്മുടെ ഈ ഒരു അപ്പിയറൻസ് ആണെങ്കിലും ഞാൻ അല്ലാതെ പക്ക ഇച്ചിരി കാണുമ്പോൾ ഒരു പാവം നാട്ടും പുറത്തുള്ളൊരു കുട്ടി എന്നൊക്കെ തോന്നുന്ന രീതിയിലായിരിക്കും ഞാൻ ട്രെയിനിലൊക്കെ യാത്ര ഞാൻ അങ്ങനെയാണ്. അപ്പം ഒരു ദിവസം ഉണ്ടല്ലോ, ഈ ഷൂട്ടിങ് കഴിഞ്ഞ് വൈകിട്ട് വരിക, ഞാനും അപ്പച്ചിയമ്മയുണ്ട്. അപ്പച്ചിയമ്മ എപ്പോഴും ഉണ്ടാവാറുണ്ട് ഷൂട്ടിന് വരുമ്പോൾ. ഞങ്ങൾ വരുമ്പോഴത്തേക്കും റിട്ടയറേസിൽ നിന്ന് ഇറങ്ങി ഇപ്പുറത്തോട്ട് കോട്ടയം സ്റ്റേഷനിലോട്ട് വണ്ടി ഇങ്ങനെ സ്ലോ ചെയ്യുക. അപ്പം ഞങ്ങൾ പുറകോട്ട് നടന്നു പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പുറത്തെ കോച്ചിൽ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി ബാക്കിലോട്ട് നടക്കുമ്പം ഒരുത്തൻ കയറി എന്തോ കമന്റ് അങ്ങ് ചെയ്യുക. എന്തോ കമന്റ് പറഞ്ഞു, എന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. അതിനകത്ത് ഒരാളാണ് ഒരു 40-42 ഏജ് മേളിൽ വരും, 50-ക്കകത്ത് വരും ഇവരെല്ലാവരും. അപ്പൊ ഇയാൾ മാത്രമാണ് അരികിലിരുന്ന് കമന്റ് പറഞ്ഞത്. അപ്പൊ എൻ്റെ കയ്യിൽ ഇങ്ങനെ നടക്കുക, ഞാൻ ലഗേജ് ഉണ്ട്, ട്രോളി ഉണ്ട്, ബാഗ് ഉണ്ട്, അപ്പച്ചിയമ്മ അപ്പുറത്ത് അതുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഇത് കേൾക്കും. ഇങ്ങനെ പോയിട്ട് ഞാൻ ഇങ്ങനെ എന്നാടാ നിനക്ക് ഇപ്പൊ പറഞ്ഞ എന്നാ നീ പറഞ്ഞിട്ട് ഞാൻ അത് കേട്ടിട്ട് ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ. അങ്ങനെ കൂടുതൽ വിളച്ചിലെടുത്താ നിനക്ക് ആരാ ഏതാന്ന് അറിയാൻ മേല. മോൻ പിന്നെ ഈ ട്രെയിനെ കയറി പോകുകയായിരുന്നു. അത് എനിക്ക് ശരിക്കും ക്ലിയർ ആയില്ല. പക്ഷെ അവൻ എന്നെ എന്തോ താങ്ങി സംസാരിച്ചതെന്ന് എനിക്കറിയാം. കാര്യം അവൻ സ്റ്റക്കായി, ഫ്രീസായി. ആള് ഫ്രീസായി, സ്റ്റക്കായി. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ടിറ്റിയെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞതേ ഇച്ചിരി ടിറ്റി അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി നടന്നു പോയ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞിട്ട് ഞാൻ ഇതിങ്ങനെ വെച്ചിട്ട് തിരിച്ചുപോയി. പിന്നെ ഒരു ഇൻസിഡന്റ് എന്ന് വെച്ചാൽ, ഒരു ദിവസം കാർ ഓടിച്ച് വീണ്ടും കാറുണ്ടെന്ന് പറയുന്നത് എന്റെ കാറല്ല, എന്റെ കസിൻ ചേച്ചിയുടെ ഒരു കാറായിരുന്നു, അതിരി ചേച്ചിയുടെ കാറായിരുന്നു. ഇതോടെ എറണാകുളത്തൊരു ഷൂട്ടിന് പോയതാണ്. അന്നേരം വെളുപ്പാങ്കാലത്താണ്. അന്ന് വനിതാ ദിനമായിരുന്നു. അത് ഞാൻ ഓർത്തില്ല. ഈയിടയ്ക്കല്ല, കഴിഞ്ഞ വർഷത്തെ വനിതാ ദിനത്തിന് എന്നാ ഞാൻ തിരുനക്കര അമ്പലത്തിൽ വെളുപ്പിന് ഒരു 3:30 ആയപ്പോൾ അമ്പലത്തിലേക്ക് തൊഴുത് കുളിച്ച് കുറിയൊക്കെ തൊട്ട് മാന്യമായി വസ്ത്രമൊക്കെ ധരിച്ച് അമ്പലത്തിൽ കയറി കുളിച്ചോ? കുളിച്ചിട്ട് തൊഴാൻ പോയി. നിങ്ങൾക്ക് കൗണ്ടറാണ് വേണ്ടതെങ്കിൽ അതിനു വേണ്ടി ഞാൻ സാഹചര്യം ഉണ്ടാക്കി തരാം. ഇപ്പൊ നമ്മളൊരു കഥയല്ലോ പറയുന്നത്. അപ്പം രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി. തിരുനക്കര അമ്പലത്തിൽ വെളുപ്പിന് ഒരു 3:30 സമയത്താണ് അമ്പലത്തിലൊക്കെ കയറി തൊഴുത് ഇറങ്ങി 4 മണി 4:30. പിന്നെ ഒരു നാടൻ പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവുക. അങ്ങനെ തൃപ്പൂണിത്തറ എത്തിയപ്പോഴത്തേക്കും അവിടെ മെട്രോയുടെ പണി തുടങ്ങുക, പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന, അവിടെ ഈ വണ്ടി ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് തിരിച്ചു വിടുന്ന ആളോട് ഞാൻ ഗ്ലാസ് കത്തിട്ട് ചോദിച്ചു, ചേട്ടാ ഇത് വഴി തിരിച്ചു വിടുകയല്ലേ, എനിക്ക് പോകേണ്ടത് കാക്കനാട് റൂട്ടാ, എന്താ ചെയ്യണ്ടേ? ഇയാള് ഗ്ലാസ് താത്തതും ഭയങ്കര വൃത്തികേട്. ചേട്ടാ പറയാൻ പറ്റാത്ത രീതിയിൽ മോശമായി സംസാരിക്കുന്നു. ഒരു പെൺകുട്ടിയോട് സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ. ഇവൻ വിചാരിച്ചെന്താ, എന്നെ കണ്ടപ്പോ ഭയങ്കര കുറിയൊക്കെ തൊട്ട് ഒരു പാവമാണെന്നെല്ലാം തോന്നി കാണും. ഞാൻ പാവമാണ് കേട്ടോ, പാവമല്ലെന്നല്ല. അല്ല കൂടെ പറയേണ്ടത് അല്ല, ഞാൻ ചോദിക്കുന്നത് പാവം അല്ലെങ്കിൽ ഭയങ്കര ആണെങ്കിൽ ഒരു വഴി വെച്ചല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ സംഭവം ഇവൻ ഗ്ലാസ് താത്തിട്ടുണ്ടല്ലോ, മോശമായ രീതിയിൽ. അതെനിക്ക് എങ്ങനെ അതിനെ ആ വേർഡ് പറയണം എന്നറിയില്ല. തികച്ചും മോശമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ബോഡി പാർട്ടൊക്കെ വെച്ചിട്ടുള്ള രീതിയിൽ സംസാരിച്ചു. നിനക്കിട്ട് ഞാൻ തരാടാ എന്ന് ഞാൻ പറഞ്ഞു. ഗ്ലാസ് കയറ്റിയിട്ട് അവിടെ ഇട്ട് വണ്ടി അങ്ങ് തിരിച്ചു. ഓട്ടോക്കാർ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ദേഷ്യപ്പെട്ട എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. എന്താ മോളെ, ഞാൻ ഈ നിൽക്കുന്നവൻ ഇച്ചിരി വിഷയമാണെന്ന് പറഞ്ഞാൽ വണ്ടി വളച്ചങ്ങ് പോയി. ഞാൻ പോയതാണ്, തിരിച്ചു പോയതാണ്. ഞാൻ കുറച്ച് നിന്ന് ദൂരെ ഒരു 100 മീറ്റർ മാറി വണ്ടി ഒതുക്കിയിട്ടിട്ട് കൺട്രോൾ റൂമിൽ വിളിച്ചു, പോലീസിനെ വിളിച്ചു. ഞാൻ അടുത്ത് കിടക്കുന്നുണ്ടെന്ന്. ഞാൻ ലൊക്കേഷനെ വിളിച്ച് പറഞ്ഞു, ഞാനൊരു 10-15 മിനിറ്റ് താമസിക്കും, കുറച്ച് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു, എത്താനായിട്ട് എന്ന് പറഞ്ഞു. സൂര്യ TV തന്നെ സീരിയൽ ചെയ്യുന്നതായിരുന്നു. സൂര്യ TVയിൽ തിങ്കൾ കലമാൻ എന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുമ്പോഴാണ്. എന്നിട്ട് പോലീസുകാർ വന്നു, എന്നാന്ന് ചോദിച്ചു. അപ്പോൾ അടുത്ത ഷോട്ട് എന്നാന്നറിയാമോ, എൻ്റെ ഒരു പോലീസ് ജീപ്പ് പോന്നു, പൊട്ട് പുറകെ എൻ്റെ വണ്ടി പോന്നു. ഇവൻ അവിടെ തന്നെ നിൽപ്പുണ്ട്, ഇവൻ ഈ മെട്രോയുടെ. അപ്പം അങ്ങനെ എന്ന് പറഞ്ഞ അടുത്ത ഷോട്ട്
വണ്ടി പോകുന്നു, ഞാൻ തൊട്ട് പുറകെ പോകുന്നു. അപ്പോൾ ഇവൻ അവിടെ തന്നെ നിൽപ്പുണ്ട്. ചെന്നു, വണ്ടി ഇറങ്ങി. അപ്പം പച്ച ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇറങ്ങി. ഇവൻ സെക്യൂരിറ്റി എന്തോ ഇങ്ങനെ വഴി തിരിച്ച് വിടുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, സാർ ദേ ഇവൻ എന്നോട് ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു, അവൻ ഏതാണ്ടൊക്കെ അറിയണം. അപ്പം ഞാൻ ഓർത്തു അവൻ്റെ വീട്ടുകാരെയും കൂടെ ഒന്ന് വിളിച്ചിട്ടൊന്ന് അറിഞ്ഞേക്കാന്ന് വിചാരിച്ചെന്ന് പറഞ്ഞു. നീ അങ്ങനെ പറഞ്ഞോണ്ട? അയ്യോ സാറേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പം എനിക്കെന്നാടാ തലയ്ക്ക് വട്ടാണോ? വഴിയെ പോയാൽ നിന്നെ വിളിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ അങ്ങ് ചെന്ന് കുതിരി പിടിച്ച്. പക്ഷെ എന്നെ ഇപ്പം വേണ്ട. പോലീസുകാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓട്ടോക്കാർ വന്നിട്ട് ഈ മെട്രോയിൽ വർക്ക് ചെയ്യുന്ന ഒരു സെക്ഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു എഞ്ചിനീയർ ആണെന്ന് തോന്നുന്നു. പുള്ളി അങ്ങനെയൊന്നും പറയില്ല, പുള്ളി ഭയങ്കര മാന്യനാണ് നല്ല. ഞാനപ്പോ എനിക്കെന്നാ ഭ്രാന്താണോ? പോലീസിനെ വിളിച്ചു കാര്യം? എനിക്ക് നട്ടക്കാട്ടം വെളുപ്പിനെ ഞാൻ ഷൂട്ടിന് അവിടെ എത്തണ്ട, ഞാൻ ഇത്ര റിസ്ക് എടുത്ത് ഇവിടെ നിൽക്കുന്ന എന്നത്തിനാ ഞാൻ ചോദിച്ചു. ഇവന് സംസാരിച്ചു. അവനെ ഞാൻ തല്ലാൻ വരെ പിടിച്ച് പോലീസുകാർ ചോദിച്ചു എന്ത് വേണമെന്ന്. ഇവൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയെടുത്തു. അപ്പോൾ എനിക്ക് ഷൂട്ടിന് പോകണമല്ലോ. ഞാൻ ഷൂട്ടിന് ചെന്നു. ഷൂട്ട് കഴിഞ്ഞ് എനിക്കൊരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും അന്നത്തെ ഷൂട്ട് കഴിഞ്ഞു. ഞാൻ നേരെ തിരിച്ചു വന്ന് തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ ഡോറ് തുറന്നു പോയി. അപ്പം ഉച്ചയായപ്പോഴത്തേക്കും ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും പോർഷനൊക്കെ തീർന്നു. പെട്ടെന്ന് ഷൂട്ട് തീർന്നു. ഞാൻ തിരിച്ചു വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്തു. കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തു. അവൻ്റെ വീട്ടിൽ വിളിപ്പിച്ചു. കാരണം ഇത് അത്രയും ഞാൻ ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കായതുകൊണ്ട് അത് പ്രശ്നമില്ല. ഇങ്ങനെയുള്ള ഞരമ്പുരോഗം പിടിച്ചവന്മാർ പിള്ളേര് ആക്ച്വലി അയാള് ഈ സെക്സ് കലർന്ന വാക്കാണോ പറഞ്ഞത്, അതല്ലാതെ ചീത്തയാണ് വിളിച്ചത്. അത്രയും മോശമായിട്ട് സംസാരിച്ചു. അപ്പം എന്നെ സംബന്ധിച്ച് ഓക്കെ, ഞാൻ റിയാക്ട് ചെയ്ത് എൻ്റെ പ്രോബ്ലം ഒരു പക്ഷെ അവിടെ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തോട് തീരുമായിരിക്കും. പക്ഷെ ഞാൻ അവിടെ ചിന്തിച്ചത്, പിന്നെ എനിക്ക് ചിന്തകൾ വന്നതെന്നു വെച്ചാൽ ഇവനെ പോലുള്ളവനോട് ജോലി ചെയ്യുന്നു, സ്കൂളിൽ പോകുന്ന പിള്ളേർ, കൊച്ചുകുട്ടികൾ, റിയാക്ട് ചെയ്യാൻ പറ്റാത്ത പെൺപിള്ളേര്, ഇവരുടെയൊക്കെ മെന്റാലിറ്റി എന്താ? ഞാൻ വണ്ടിയിൽ ഒറ്റയ്ക്കായിരുന്നു. കാരണം ഒറ്റ ദിവസത്തെ ഷൂട്ടുണ്ട്. ഞാൻ പോയിട്ട് എറണാകുളത്തല്ലേ, നമ്മുടെ കോട്ടയത്തുനിന്ന് പോയിട്ട് അത് ഞാൻ തിരിച്ചു വരാം എന്ന് വിചാരിച്ചായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചത് എന്നാന്ന് വെച്ചാൽ, ഈ കുഞ്ഞു പിള്ളേര് ഇപ്പൊ ഇങ്ങനെ പറയാൻ തോന്നി ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവന് പ്രായമോ ഒന്നും ഒരു പക്ഷേ ഒരു പ്രശ്നമല്ല. ഞാൻ അവനെ നല്ല പോലെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇയാളില്ല, ഈ എഞ്ചിനീയർ വന്നില്ല, ഇയാൾ ഇങ്ങനെയൊന്നും പറയില്ല. ഞാൻ ചോദിച്ചു, നിന്റെ അമ്മയും പെങ്ങളെ ആണെങ്കിൽ നീ സമ്മതിക്കുവോടാ എന്ന് ഞാൻ ചോദിച്ചു. അവിടെ ചോദിച്ചു എന്നെ പോലീസുകാർ എന്നെ ഒതുക്കാൻ നോക്കുക. കാരണം എനിക്ക് അന്നേരം ഉണ്ടായ ആ ഒരു മാനസികാവസ്ഥയുണ്ട്. ഞാൻ നിന്റെ അമ്മയും പെങ്ങളെ ആണെങ്കിൽ നിനക്ക് പൊള്ളുകയല്ലേ, ഇത് എനിക്ക് എന്റെ കാര്യമാണ്, നീ പറയണ്ട. ഞാൻ പറഞ്ഞ അയാളവിടെ എഞ്ചിനീയറിംഗ് കണ്ട തോന്നുന്നു. അപ്പം അങ്ങനെ സംസാരിച്ച് അവിടെയാണ് ഞാൻ ചിന്തിച്ചത്. അപ്പം പിള്ളേർക്ക് റിയാക്ട് ചെയ്യാൻ ഒരുപക്ഷെ പറ്റിയെന്ന് വരില്ല, എല്ലാ ലേഡീസും റിയാക്ട് ചെയ്തെന്ന് വരില്ല. തീർച്ചയായിട്ടും അത് പക്ഷെ ഇപ്പൊ കൊച്ചു പിള്ളേരെയൊക്കെ സംബന്ധിച്ച് അവരുടെ മനസ്സിൽ അത് കിടക്കും. അപ്പൊ അതൊക്കെ ഭയങ്കര ഭയമാവും, പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാവും, ഭയങ്കര പേടിയാവും. അപ്പൊ ഇങ്ങനെയുള്ള ബഹുലമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി പറയാൻ പോയ ഒത്തിരി ഉണ്ട് യാത്രയിലൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഉണ്ടായിടത്തോളം വേറൊരു നാട്ടിൽ, ഞാൻ ടൂറിസമായിട്ട് അറിയാമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പുകൾ അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകുന്ന, അതായത് ഫ്രീ ടൈം കിട്ടുമ്പോൾ ടൂറിസം ആണ് ബേസിക്കലി പഠിച്ചത്. അപ്പം ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് കാശ്മീരും ഡൽഹിയും പഞ്ചാബും ആഗ്രയും ഒരുപാട് സ്ഥലങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും എനിക്ക് ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടില്ല, ഇതുപോലുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടില്ല. പക്ഷെ മോഷണം നടന്നിട്ടുണ്ട്, മൊബൈലൊക്കെ കട്ടോണ്ട് പോയിട്ടുണ്ട്, എന്റെ ഫോണും കൊണ്ടൊക്കെ പോയിട്ടുണ്ട്, ഐഫോണും S20 ഒക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ട്. അപ്പം ലക്ഷ്മിയെ കുറിച്ച് പറയാനാണെങ്കിൽ, ലക്ഷ്മി 4 വർഷം മുമ്പ് ഞാൻ ഇന്റർവ്യൂ എടുത്തപ്പം ലക്ഷ്മി ഇങ്ങനെ അല്ലായിരുന്നു. പക്ഷെ ഇപ്പം കുറെ എക്സ്റ്റാബ്ലിഷ്ഡ് ആയി, ബിസിനസ്സുകാരിയായി, നിറഞ്ഞു നിൽക്കുകയാണ് സീരിയലിൽ. നിങ്ങൾ അങ്ങനെയൊക്കെ കടം ചോദിക്കും, എന്റെ ഒന്നും പാവം. ശരി, ആനന്ദരാഗത്തിലെ വിശേഷങ്ങളൊന്ന് പറയാം. ആനന്ദരാഗം കട്ട് ചെയ്ത കേട്ടാ, സത്യം പറയണോ നുണ പറയണോ? കട്ട് ചെയ്യട്ടെ, അങ്ങനെ ഇരുന്നോട്ടെ, അത് ഇട്ടേക്ക്. സത്യം പറയണോ? അല്ല, രണ്ടും കൂടെ കലർത്തി പറഞ്ഞു, കുഴപ്പമില്ല. സത്യം നുണയും കൂടെ പറഞ്ഞു. ഇട്ടല്ലേ, ഇടത്തില്ല, പറഞ്ഞു. സത്യം അത് അങ്ങനെ പറഞ്ഞു, സത്യം പറയണോ നുണ പറയണോന്ന് വെച്ചാൽ. ശരി, ഈ ഇന്റർവ്യൂ ഇറങ്ങുന്നിടത്തോളം ആനന്ദരാഗത്തിന് മിക്കവാറും ലക്ഷ്മി പറഞ്ഞു പോകുന്നൊരു സാഹചര്യം ആവരുത് ദൈവമേ. പറഞ്ഞു, ജെന്വനായിട്ട് പറഞ്ഞു, കുഴപ്പമില്ല. സീരിയലിലെ വേഷത്തെക്കുറിച്ചും ഇവിടെ ഉള്ള സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും സംസാരിക്കാം. ഓക്കെ.
ലെറ്റ് സ്റ്റാർട്ട്. ആനന്ദരാഗത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ക്യാരക്ടറിനെ കുറിച്ച് ആദ്യം പറയാം. നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാൻ മേല. ഓക്കെ, ബേസിക്കലി നെഗറ്റീവ് ആണ്, പക്ഷെ വീണ ഒരു പാവമാണ്. വീണ എന്നാണ് എൻ്റെ ക്യാരക്ടറുടെ പേര്. ചേട്ടൻ കണ്ടിട്ടുണ്ടോ? കിളി പറഞ്ഞൊരു എപ്പിസോഡ് ഞാൻ കണ്ടായിരുന്നു. ചിലപ്പോൾ സൈക്കോയാണ്. പിന്നെന്താ മീൻസ് എന്താ പറയുക, ഇവരുടെ എല്ലാവരുടെയും കൂടെ മീൻസ് എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ശ്രീദേവി ചേച്ചി പോസിറ്റീവ് ക്യാരക്ടറാണ്. ശ്രീദേവി ചേച്ചിയുടെ മോള് ഭയങ്കര ഓപ്പോസിറ്റാണ്, ഉൾട്ടയാണ്. വീണ ഉൾട്ടയാണ്. അച്ഛൻ മരിച്ചു പോയതാണ്. അപ്പോൾ അഭിനയിക്കേണ്ടി വന്നില്ല? ഇല്ല. അതായത് ചില സമയത്ത് പിടി വിടുമ്പോ ഉണ്ടല്ലോ, മദ്യപിച്ച് വീട്ടിൽ കിടന്ന് വെള്ളം ഉണ്ടാക്കും വീണ. നല്ലോണം അടിക്കും വീണ. ഒരിക്കൽ ഇതുപോലെ എടീന്ന് പറയുന്ന അങ്കിളിന്റെ മദ്യക്കുപ്പി എടുത്ത് മുണ്ടൊക്കെ കൊടുത്ത് ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് റേഡി സുമംഗല അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ബഹളം വെച്ചിട്ട് സീൻസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ക്യാരക്ടറിന്റെ ഒരു പോക്ക്. അതായത് ഈ നായകനെ രൂപേഷിനെ കല്യാണം കഴിക്കണം, സിൻസിയറായിട്ട് കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ സ്വത്തിൻ്റെ ഒരു ഇത് കിടപ്പുണ്ട്. പിന്നെ ആനന്ദരാഗത്തിൽ ആർക്കും വേറെ പഠിത്തത്തിലൊന്നും പോകണ്ട, പഠിത്തം കഴിഞ്ഞിട്ട് പറയേണ്ടാത്ത കാര്യങ്ങൾ എന്താ? സത്യം പറയണോ? അയ്യോ, അതിട്ട് ഇട്ട കൊല്ലും നിങ്ങളെ ഞാൻ. പൊക്കോണം കേട്ടോ. എന്തോ പറയണമെന്ന് പറഞ്ഞില്ല. എന്തോ അല്ല, ലൊക്കേഷനിൽ എങ്ങനെയുണ്ട് ആൾക്കാരൊക്കെ? സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ശ്രീദേവി ചേച്ചി ഉണ്ടല്ലേ? എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ സീനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നെ എവിടെയും കൂട്ടാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഇവിടെ സീനിയർ ആർട്ടിസ്റ്റുകളും ഉണ്ട്, പുതിയതായിട്ട് വന്നവരുണ്ട്. ഇതിനിടയ്ക്കാണ് ഞാൻ. അപ്പൊ എനിക്ക് ഇങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ. ഇൻഡസ്ട്രിയിൽ ഇതിനകത്തല്ല, ഇൻഡസ്ട്രിയിൽ പ്രോബ്ലംസ് ഉണ്ടല്ലോ, പാരകൾ. അതൊരിക്കലും നമ്മുടെ ഇൻഡസ്ട്രീനെ മാത്രമല്ല പാരകൾ. എല്ലാ ഇൻഡസ്ട്രിയിലും പാരം ഉണ്ടാവും, ഈ ഇൻഡസ്ട്രിയിലും പാരം ഉണ്ടാവും. അത്രേ ഉള്ളൂ. അത് എല്ലാ ജോലിക്കും ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ലക്ഷ്മി, ഇടയ്ക്ക് ഞാനിങ്ങനെ അറിഞ്ഞിട്ടുണ്ട്, ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ വളരെ മോശമായിട്ട് വരുന്ന ആർട്ടിസ്റ്റുകളോട് അതിലുള്ള ക്രൂ മെമ്പേഴ്സ് പെരുമാറാറുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവ് വൈബാണ് എനിക്ക് കിട്ടിയത്. ആനന്ദരാഗത്തിൽ വന്നപ്പോൾ ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്. പെൺകുട്ടികളോട്, അതായത് തെറി പറയുന്നതല്ല, അവരുടെ അടുത്ത് വേറെ രീതിയിലേക്കുള്ള അപ്രോച്ച് പോകാറുണ്ട്. എൻ്റെ ഒരു ലൈഫ് ഒരു അനുഭവം വെച്ചിട്ട് പറയാനാണെങ്കിൽ, ഇപ്പം നമ്മൾ തുടക്ക സമയത്ത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ, അതായത് ഈ ഒരു 3-4 വർഷത്തിനകത്ത് അതിപ്പോൾ ഇല്ല. പക്ഷെ ഞാനൊക്കെ വന്ന സമയത്ത് എന്ന് വെച്ചാൽ, നമ്മൾ തുടക്കത്തിൽ വരുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് വരുമ്പോഴത്തേക്കും ആ ആൾക്ക് ഒരുപാട് സഫർ ചെയ്യാനുണ്ടാവും, പഠിക്കാനുണ്ടാവും, ഇൻഡസ്ട്രിയെക്കുറിച്ച് ഒരുപാട് അറിയാനുണ്ട്, മീൻസ് ആളുകളെ അറിയാനുണ്ട്. അപ്പം നമ്മളെ അത്രത്തോളം അവർ ആവാനായിട്ട് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് അവർ അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കും. ആണോ? ഞാൻ വിചാരിച്ചു ഈ ലൊക്കേഷനിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ഒക്കെ ഇല്ലേ, വഴക്ക് പറയുന്നു, എല്ലാത്തിനും വഴക്ക് പറയുന്നു. അഡ്ജസ്റ്റ്മെന്റ് എന്ന് ഉദ്ദേശിച്ച എന്ത് അഡ്ജസ്റ്റ്മെന്റ് ആണ് ചേട്ടൻ? ഇപ്പൊ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ വിളിക്കുക, അല്ലെങ്കിൽ കൺട്രോളർ വിളിക്കുകയാണ്, പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ചോദിച്ചത്. അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, മനസ്സിലായല്ലോ. അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടായിട്ട് അത് കളഞ്ഞിട്ടുള്ള കുറെ നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാവും. സീരിയലല്ല, സിനിമകൾ തന്നെ ഒത്തിരി കളഞ്ഞു. എനിക്ക് തോന്നുന്നു ഞാൻ കോമഡി സർക്കസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ മഴവിൽ മനോരമയിൽ വിന്നാസിൽ ഒരാളായിരുന്നു. അതിന് മുമ്പ് ഫ്ലവേഴ്സ് ടി വിയിൽ നാടോടിക്കാറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഒരു അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ ചില സിനിമയിലോട്ടൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും അറിയില്ല അതിനകത്ത് എത്രത്തോളം ജെനുവിനാണ് എന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അറിയാതെ ഞാൻ പറയുന്നത് ശരിയല്ല. എന്നാലും കാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും പറയാറുണ്ട്, ലക്ഷ്മി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ആണോ എന്നാ കല്യാണം കഴിച്ചേക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അപ്പം എങ്ങനെയാണ് റൂട്ട് മാറ്റി എങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ, ഇപ്പം എന്നെ സംബന്ധിച്ച് ആ തുടക്ക സമയത്ത്, അതായത് ഞാൻ എൻട്രി ചെയ്ത ആ ഒരു സമയത്ത് കോമഡി സർക്കസ് ഒക്കെ ചെയ്ത് നിൽക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾക്ക് ഇൻഡസ്ട്രിയിൽ ഇപ്പം നമ്മളെ അറിയാവുന്ന ഒരുപാട് കോണ്ടാക്ട്സ് വരുമല്ലോ. അതിനകത്ത് ഇങ്ങനെ കൂടുതലും സിനിമയിൽ അഭിനയിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് സിനിമ പ്രശ്നം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, എല്ലാവരും പ്രശ്നം ഒന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ സിനിമയെ സ്വപ്നം കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം സിനിമ ചെയ്തല്ലോ അല്ലേ, കാമുകിയിലൊക്കെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നല്ല നല്ല ടീംസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ അതൊക്കെ എത്രത്തോളം ജെന്യുവിൻ ആണ് അല്ലെങ്കിൽ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, അതിനകത്തൊരു പ്രശ്നം എൻ്റെ എപ്പോഴും. കാരണം എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇതേ രീതിയിൽ പോകാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. വ്യത്യാസം വേണം. കാരണം എന്താ വെച്ചാൽ
ഞാൻ സീരിയലിൽ ഇപ്പോൾ അഭിനയിക്കുന്നുണ്ടെങ്കിലും ഞാൻ സിനിമയെ ഭ്രാന്തമായി സ്നേഹിക്കുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ ചേട്ടൻ ചോദിച്ചില്ല എന്തേ കല്യാണം കഴിക്കാത്ത, എന്തേ അങ്ങനെ ചെയ്യാത്ത, എന്തേ, കാരണം അതിൻ്റെതായ ഒരു കാരണം കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത ലൈഫ് എനിക്ക് എന്തായാലും ഫാമിലി ലൈഫ്, കുട്ടികൾ, അങ്ങനെ അതിലോട്ടൊക്കെ പോകണം. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് ഒരു പടം നല്ല ക്യാരക്ടർ, നല്ല ടീമിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ആ ഒരു ലക്ഷ്യത്തിനാണ് ഞാൻ ഒരൊറ്റ സിനിമ പോലും വിടാതെ, അഭിനയിക്കാനല്ല, തിയേറ്ററിൽ പോയി കാണാറുണ്ട്. ഏത് പടമാണെങ്കിലും ഞാൻ എല്ലാം, കാരണം കോട്ടയത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം 2-3 സിനിമ ഇരുന്ന് കാണും. അപ്പം സിനിമ ഇങ്ങനെ ഭ്രാന്തമായി സ്നേഹിക്കുന്നുണ്ട്. ഒരു സിനിമ പോലും വിടാതെ. ഇനി പൊട്ടയാണെങ്കിലും നല്ലതാണെങ്കിലും, കാരണം പൊട്ടയാണെങ്കിൽ ഇപ്പം എല്ലാവരും പറയും മോശപ്പടം എന്ന്, കാരണം അതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ എഫേർട്ട് കാണും. മീൻസ് ഒത്തിരി പേരുടെ ഒരു എഫേർട്ടാണ്. നമുക്ക് ചുമ്മാ ഇങ്ങനെ കണ്ടിട്ട് പൊട്ടയാന്ന് പറഞ്ഞിട്ടങ്ങ് പോകാം, പക്ഷേ ഒത്തിരി പേരുടെ കഷ്ടപ്പാട് അതിൻ്റെ പിന്നിലുണ്ടല്ലോ. അപ്പം ഏതൊരു സിനിമയാണെങ്കിലും വിജയിപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും. അപ്പം ഞാൻ അത് തിയേറ്ററിൽ പോയി തന്നെ സിനിമകൾ കാണാറുണ്ട്. അത്ര പ്രാന്ത് സിനിമയിൽ എനിക്ക് ക്യാരക്ടർ നല്ല ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ഓരോ ദിവസം ഇരിക്കുന്നത്. സീരിയസ്ലി ഇപ്പൊ ഇറങ്ങിയ എല്ലാം കണ്ടു. മഞ്ഞുകൾ കണ്ടു, പ്രേമല് കണ്ടു, തങ്കമണി കണ്ടു, മമ്മൂക്കയുടെ പടം കണ്ടു, എല്ലാം കണ്ടു. എല്ലാം കണ്ടിട്ടാണ് ഷെഡ്യൂളിന് വന്നത്. സിനിമയെ മോഹിക്കുന്ന ഒരാളാന്ന് പറയുന്നത്. ഇപ്പൊ സിനിമ റിവ്യൂ കണ്ട് 48 hours കഴിഞ്ഞിട്ടേ ഒരിക്കലുമല്ല. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ കോട്ടയത്തുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ട്യൂഷൻ പഠിച്ച ഫ്രണ്ട് ഹരിയാണ് കോട്ടയത്ത് തിയേറ്ററിന്റെ മാനേജർ. എടാ പടം എത്ര പഠിക്കാം? ഓക്കെ, ഏതാ പടം എങ്ങനെയുണ്ട്? ഓക്കെ, 10:30 റിവ്യൂ കൊടുക്കുന്നതിനകത്ത് നമ്മൾ ഓപ്പൺ റിവ്യൂ കൊടുക്കുന്നില്ല. ഞാൻ ഓപ്പൺ റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പടമാണെങ്കിലും ഞാൻ നേരെ ഈ ഫോൺ എടുത്ത് പിടിക്കും, വീഡിയോ എടുക്കും. ഞാൻ ഇന്ന പടം കാണാൻ വന്നിരിക്കുന്നത് ഇങ്ങനെ ഉണ്ട്, കൊള്ളാം കേട്ടോ എന്ന് പറയും, സ്റ്റോറി ഇടും, പോകും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പരിപാടി. കോട്ടയം ഒരു കാര്യം ചോദിച്ചോട്ടെ, പക്ഷേ ഈ പുള്ളിയുടെ വീട് അവിടെ അല്ല എങ്കിലൊരു കാര്യം ചോദിക്കട്ടെ. ബിനു അടിമാലി ചേട്ടൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നോ? ഇല്ല. വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. പക്ഷേ എനിക്ക് പേഴ്സണലി അറിയാം. ഞാനൊരു കാര്യം പറയട്ടെ, ആ സംഭവം ഞാൻ തുറന്നുകൂടി നോക്കിയിട്ടില്ല. ഇല്ല. പക്ഷേ ബിനുചേട്ടൻ്റെ ക്യാരക്ടർ, ബിനുചേട്ടൻ അങ്ങനെയുള്ള വ്യക്തിയാണോ? ബിനുചേട്ടൻ എൻ്റെ അഭിപ്രായത്തിൽ ആള് കുഴപ്പമൊന്നുമില്ല, നല്ല മനുഷ്യനാണ്. ആണോ? അല്ല, ഗുണ്ടയാണ് അങ്ങനെ എങ്ങനെയാണൊക്കെയാണ്. ഇല്ല. പക്ഷെ ബിനുചേട്ടൻ എനിക്ക് പേഴ്സണലി അറിയാം. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. അപ്പം അദ്ദേഹം 1-2 കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ആയിട്ട് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെ. ഞാൻ പക്ഷെ സത്യം പറയാലോ, ഈ ബിനുചേട്ടൻ എങ്ങനെയാന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ്. വേറെ ഇഷ്യൂസിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ അമ്പലം, ഉത്സവം, പൂരം ഇതൊക്കെ എടുത്ത് നടക്കുമായിരുന്നു. അപ്പൊ എനിക്ക് ഇത് വേറെ എടുത്ത് വെച്ച് നോക്കാൻ അപ്പൊ ഈ ഒരു കാര്യത്തെ കുറിച്ച് അറിഞ്ഞില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സിനിമയുടെ ഇതിന്റെ കാര്യമാണ്. അപ്പൊ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വലിയ വലിയ സൂപ്പർ സ്റ്റാറുകളുടെ കൂടെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ പോകാനായിട്ട് ഈ പറയുന്ന പോലെ എല്ലാത്തിനും പോകാൻ പറ്റുന്ന ഒരു വർക്ക് എന്ന് തോന്നാത്തത് കൊണ്ട് പോയില്ല. വേണ്ട എന്ന് തോന്നി, അത്ര തന്നെ. സിനിമയെ മോഹിച്ച് നടക്കുന്ന ഒരാൾ സൂപ്പർ സ്റ്റാറിനോട് വന്നിട്ട് പോയില്ലെന്ന് പറഞ്ഞാൽ അത് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതായിരിക്കും അതിനകത്ത് മാനദണ്ഡം വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞ വേർഡ് അതുകൊണ്ടായിരിക്കും പോകാത്തത്. ഞാൻ ഒരുപാട് ഈ പറയുന്നില്ല, പക്ഷെ എനിക്ക് ഉറപ്പാണ് എന്നെ അത്ര അത്യാവശ്യം എന്ന് തോന്നുന്ന ആ ക്യാരക്ടറിന് ഞാൻ വേണമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു സിനിമ എവിടെയെങ്കിലും എനിക്ക് ഉണ്ടാവും എന്ന് ഞാൻ അല്ല. സൂപ്പർ സ്റ്റാർ ഉള്ള സിനിമയിൽ പോകാൻ കാരണം അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചുകൊണ്ടായിരിക്കുമല്ലോ പോകാത്തത്. ചേട്ടാ എന്തിനാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? അല്ല, അതുകൊണ്ടായിരിക്കും മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റിനൊന്നും ഡയറക്റ്റ് ആയിട്ടൊന്നും അവർ സംസാരിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ മിസ്ബിഹേവ് ഇല്ലെങ്കിൽ സുഖമായിട്ട് പോയി അഭിനയിക്കാറുണ്ട്. ഫോൺ വിളിച്ച് നമ്മളോട് സംസാരിക്കുമ്പോഴേ നമ്മളുടെ ഒരു ടോണിൽ അവർക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത്, ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ആദ്യത്തെ ഒരു 1-2 വർഷക്കാലം മാത്രമേ എനിക്ക് ഈ കോളുകൾ വന്നിട്ടുള്ളൂ. പിന്നെ വന്നിട്ടില്ല. കാര്യം ഇവർക്കൊക്കെ അറിയാം, എന്നെ മനസ്സിലായി. അങ്ങോട്ട് മനസ്സിലായില്ലേ? പിന്നെ വന്നിട്ടില്ല. പിന്നെ വന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. പിന്നെ ആനന്ദരാഗത്തിന്റെ ലൊക്കേഷൻ, നിങ്ങള് ഈ ഒരു സംഭവത്തെ കുറിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല, അത് പറഞ്ഞതിലും കുഴപ്പമില്ല. നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് കാര്യം ദൈവത്തെ ഓർത്ത് കട്ട് ചെയ്യണം. ആനന്ദരാഗത്തിന്റെ ലൊക്കേഷനെ കുറിച്ച് പറയാനാണെങ്കിൽ, ആനന്ദരാഗത്തിൽ ഒരു ഇഷ്ടം പോലെ ഈ വീട്ടിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിമിൽ തികയത്തില്ലാത്ത തരത്തിൽ നിറയെ ആർട്ടിസ്റ്റുകളുള്ള ഒരു ലൊക്കേഷനാണ് ആനന്ദരാഗത്തിന്റെ ലൊക്കേഷൻ. ഒരുപാട് പ്രോബ്ലംസ്, അതായത് ഏതൊരു പ്രോജക്റ്റ് ആണെങ്കിലും സ്റ്റാർട്ടിങ് സമയത്ത് ഒരു ഇതുണ്ടാകും. അപ്പോൾ ഒരുപാട് നമ്മൾ ഇഷ്യൂസിൽ നിന്ന് സഫർ ചെയ്ത് ഇപ്പം എന്താ പറയാ, ആർക്കും തോപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ നമ്മൾ എത്തും എന്ന് പറഞ്ഞില്ലേ, ആ ഒരു റേഞ്ചിലാണ് ഇന്ന് ആനന്ദരാഗം നിൽക്കുന്നത്. അപ്പം അത് ഒരുപാട് പേരുടെ ഒരു എഫേർട്ട്, നമ്മൾ കഷ്ടപ്പാടിൽ നിന്ന് വന്ന് ഇത് തോപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ ഇന്ന് ആനന്ദരാഗം നിൽക്കുന്നുണ്ട്. പിന്നെ ക്യാരക്ടർ, എനിക്ക് വീണ എന്ന് പറയുന്ന ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ഇത്രയും നാളും ചെയ്ത ക്യാരക്ടറിലൊക്കെ ഇഷ്ടമാണെങ്കിലും ഈ വീണേനെ എനിക്ക് എവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും.
കാരണം അതിൽ ഗീതമ്മ എന്ന് പറയുന്ന ക്യാരക്ടറുമായിട്ട് അഭിനയിക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയായിട്ട് തല്ലുകൂടുമ്പോഴാണെങ്കിലും ഞാൻ എൻ്റെ അമ്മയായിട്ട് സംസാരിക്കുന്ന പോലത്തെ അങ്ങനത്തെ സീൻസുകൾ മിക്കവാറും ഉണ്ടാവാറുണ്ട്. എൻ്റെ അമ്മ ശരിക്കും TV കാണുമ്പോൾ എന്നാണെന്നറിയാമോ, ആ ആ അമ്മ ശരിക്കും അമ്മ എന്നെയാണ് അവിടെ കാണുന്നത്. അമ്മ യാഥാർത്ഥ്യത്തിൽ എന്നെ കാണും. അപ്പൊ അങ്ങനെ പിന്നെ എല്ലാവരും ക്രൂസ് ആണെങ്കിൽ പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ലൊക്കേഷനിൽ എൻഗേജ്ഡ് ആയിരിക്കും ചേട്ടാ. മറ്റേ ന്യൂട്രീഷന്റെ ഹെർബൽ ലൈഫിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷോർട്ടുള്ള സമയത്ത് വരും, അഭിനയിക്കും, പിന്നെ എല്ലാവരോടും ഹൈ 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 വർത്താനൊക്കെ പറയും, കുറച്ചു നേരം അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ പാട്ട്, കൂത്ത്, ഡാൻസ്, റീൽസ് അങ്ങനെയൊക്കെ. ഭയങ്കര അടഞ്ഞിരിക്കും, സൈനസൈറ്റിസിന്റെ പ്രശ്നമൊക്കെ വന്നിട്ട് ഫുള്ള് അടഞ്ഞിരിക്കും. ശരി, ആ പാട്ടിന് പകരം നമുക്കൊരു കാര്യം ചെയ്യാം. ഒരാളെ വിളിച്ച് നമുക്കൊന്ന് ഫോണിലൊന്ന് പറ്റിച്ചാലോ? ഒന്ന് വിളിച്ചിട്ട് ഒരാളെന്നെ ഭയങ്കരമായിട്ട് എന്നെ ഹരാസ് ചെയ്തതാണ്. ഞാൻ അവിടെ ഫോൺ കൊടുക്കാം, എന്നെ വിടില്ലെന്നാണ് ചേച്ചി പറയുന്നത്. പൈസ കടയിൽ കയറിയിട്ട് പൈസ കൊടുക്കാൻ പറ്റില്ല, എൻ്റെ ഗൂഗിൾ പേ വർക്കാവുന്നില്ല എന്ന് പറയാം. അപ്പോൾ എത്ര രൂപയെന്ന് ചോദിക്കുമ്പോൾ ഹോട്ടലിലാണ് 2500 രൂപ എന്ന് പറയാം. നീ ഒറ്റയ്ക്ക് കഴിച്ചതെന്ന് പറയണം. ഇതൊക്കെ എപ്പോഴും വരുന്നതല്ലേ? എടുക്ക്, വിളിക്ക്. കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ മഞ്ജു ചേച്ചിയുടെ വിളിക്ക്, കുഴപ്പമില്ല. പിന്നെ ഇതിനോട് വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇവിടുത്തെ നമ്മുടെ ഫുൾ ക്രൂസിൽ പ്രൊഡക്ഷൻ, നമ്മുടെ ഇതിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വിഷൻ ടൈം എന്ന് പറയുന്നത് കിടുക്കൻ പ്രൊഡക്ഷൻ കമ്പനിയാണ്, നല്ല സൂപ്പർ പ്രൊഡക്ഷൻ കമ്പനിയാണ്. പിന്നെ സൂര്യ TV നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാ പറഞ്ഞ എന്തൊക്കെ ഉണ്ടെങ്കിലും ചാനൽ ഇങ്ങനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. ഇതെല്ലാം നമ്മൾ എന്താ പറയുക, അത്രയും ഒരു ഇതോടുകൂടി സാറ്റിസ്ഫൈഡ്, വർക്ക് സംബന്ധിച്ച് സാറ്റിസ്ഫൈഡ് ആണ്. ആരെയാ വിളിക്കണ്ടേ? ഇപ്പം നിങ്ങളുടെ കൂടെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിലുള്ള ആരെങ്കിലും വേണം. ഇവിടെ ഇപ്പൊ ഇല്ലാത്തത് ശാരിക ചേച്ചിയാണ്. ആനന്ദരാഗത്തിൽ ഗിരിജയുടെ ക്യാരക്ടർ ചെയ്യുന്നത്. ചേച്ചിയെ വിളിക്കാം, വേറെ ആരെങ്കിലും വിളിച്ചിട്ട് അടുപ്പത്ത് വെച്ച് കത്തിക്കും. ഞാൻ ലൊക്കേഷനിൽ നിന്ന് പോയിട്ട് ഒരു ഷോപ്പിൽ പോയി, ഷോപ്പിൽ പോയപ്പോഴത്തേക്കിന് പൈസ ഇല്ല. ചേച്ചി മറ്റേ നമ്പറിലേക്ക് എനിക്ക് അറിയില്ല, നോക്കട്ടെ, വിളിച്ചു നോക്കുക. അപ്പോൾ ശാരിക ചേച്ചി അല്ലേ, ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. എടുക്കുമെന്നറിയില്ല, പിള്ളേർക്ക് പരീക്ഷയ്ക്ക് അവിടെ വരാത്തേന്ന്. ചേച്ചിക്ക് എക്സാം ഒന്നുമില്ലല്ലോ, എടുക്കും. ചേച്ചി ചേച്ചി എവിടെ ചേച്ചി? ചേച്ചി വണ്ടി ഓടിക്കുവാണോ? ചേച്ചി ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു ചേച്ചി, ഒന്ന് എന്നാ ചെയ്യും? കൂടെ എല്ലാരും ഉണ്ടോ? എന്റെ ചേച്ചി അത്യാവശ്യമായിരുന്നു. ചേട്ടനും എല്ലാരും ഉണ്ടോ? അരുൺ ചേട്ടനും ഒക്കെ ഉണ്ടോ? ചേച്ചി ഞാൻ ലൊക്കേഷനിൽ നിന്ന് ഒരു കട വരെ വന്നായിരുന്നു ചേച്ചി. ഇവര് പെട്ടെന്നാണ് വിഷുവിന്റെ കോസ്റ്റ്യൂമും അതും ഇതും എല്ലാം പറഞ്ഞിട്ട് എനിക്ക് പൈസ ഒന്നും സെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ചേച്ചിനെ ഒന്ന് വിളിച്ച് ചോദിക്കാന്ന് വിചാരിച്ച് വിളിച്ചതാ. ഞാൻ നോക്കട്ടെ, മൊത്തം എത്രയാ ചേട്ടാ? 25,000. അത്ര ഇതിപ്പോ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് 25,000. അങ്ങനെ ഇതിനകത്ത് ഇതിനെ കുറയ്ക്കാൻ പറ്റും? അത് കുറയ്ക്കാം, ഒരു 23 ആയിക്കോട്ടെ. അങ്ങനെ പെട്ടെന്ന് ചോദിക്കുന്നേ ചേച്ചി. 23,000 രൂപയായി മൊത്തം. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടെന്ന് 19, ഞാൻ അതും കൂടെ എടുത്തതാണ്. അമ്മയ്ക്കും എല്ലാവർക്കും ഒരേ കളർ ഡ്രസ്സൊക്കെ കൂടി എടുത്തത്, അതും പിന്നെ ഇവിടുത്തെ വിഷുവിന്റെ കോസ്റ്റ്യൂമും എല്ലാം കൂടെ ആയപ്പം ഞാന് ചേച്ചി ഒന്ന് പറഞ്ഞു നോക്കി ഇവരോട്. ബില്ലടിച്ചു പോയി ചേച്ചി, ബില്ലടിച്ചിട്ട് ഇവര് എന്നാ ഹലോ ചേച്ചി. ഹലോ ചേച്ചി നമസ്കാരം. ചേച്ചി പുള്ളിക്കാരി എനിക്കറിയാം, സീരിയലിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരിയുടെ ജാട അങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇവിടെ ഒന്ന് ഭയങ്കര ഷോ ഓഫ് ആയിരുന്നു. ഞങ്ങൾ അതുകൊണ്ടാണ് കൊടുക്കാത്തത്. വർക്കായാലും കുഴപ്പമില്ല, നമ്മുടെ ഈ ഷോപ്പിനടുത്താണ് ഷൂട്ട് നടക്കുന്നത്. പക്ഷെ പുള്ളിക്കാരി ഭയങ്കര ഷോ ഓഫ് ആയിരുന്നു. ഇവിടെ വന്നിട്ട് നിനക്ക് കാണിച്ചു തരാനൊക്കെ അപ്പോൾ നമ്മൾ എടാ പോടാന്നൊക്കെയാണ് വിളിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സാധനം ഇപ്പം പുള്ളിക്കാരിക്ക് നാണക്കേടായി സാധനം എടുത്തോണ്ടേ പോകുന്നുള്ള റിബലിൽ നിൽക്കുകയാണ്. അപ്പം നമ്മൾ എന്താ റിവഞ്ച് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ചേച്ചി എന്താ ചേച്ചി എൻ്റെ അക്കൗണ്ട് നമ്പർ തന്നു ചേച്ചി പൈസ സെൻഡ് ചെയ്യാമോ? ഇച്ചിരി ജാടയൊക്കെ കുറയ്ക്കണം കേട്ടോ, അഹങ്കാരം കുറയ്ക്കണം കേട്ടോ. സംസാരിക്കും. ഹലോ ചേച്ചി പറ. ഞാൻ ഇയാള് പറയുന്നത് ജാട ഇയാൾക്കായിരുന്നു ചേച്ചി ജാട. ആവശ്യമില്ലാത്ത കാര്യം പറയല്ല കേട്ടോ. ചേച്ചിയുടെ ഇല്ലേ?
അപ്പൊ ചേച്ചി ഞാൻ ഒരു കാര്യം ചെയ്യും ചേച്ചി, ചേച്ചി ഈ പുള്ളിക്കാരി ഇവിടുത്തെ തറയൊക്കെ തുടപ്പിച്ച് തൂത്തിട്ട് ആ സാധനം കൊടുത്തു വിടാൻ ചേച്ചി. ചേച്ചി ചുമ്മാ ചേച്ചി. ചേച്ചി ഇത് മൂവി വേൾഡ് മീഡിയ എന്ന് പറഞ്ഞൊരു ചാനലിൽ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് അനീഷ് എന്നാണ്, ഞാൻ ഇന്റർവ്യൂറാണ്. ലക്ഷ്മി ഇന്റർവ്യൂ എടുത്തോണ്ടിരുന്നത് കേട്ടോ, സോറി കേട്ടോ. ലക്ഷ്മിയാണ് പറഞ്ഞ ചേച്ചിയെ പറ്റിക്കാണ്. ചേച്ചി ഞാനല്ലേ ചേച്ചി പറഞ്ഞേ, ഇവിടെ ലൊക്കേഷനിൽ വന്നേ ചേച്ചി ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആരെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഇപ്പൊ എനിക്ക് വിളിക്കാൻ ചേച്ചി മാത്രം ഉള്ളത് പറഞ്ഞു. പറ്റിച്ച ചേച്ചി. കഷ്ടം ചേച്ചി, പൈസ അറേഞ്ച് ചെയ്യാൻ വേണ്ടി എന്നാ ചേച്ചി? അതാണ് ചേച്ചി, അതാണ് വേണ്ടത്, അതാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് ചേച്ചി, വിളിച്ചോളാം കേട്ടോ. താങ്ക് യു. ആ മനസ്സുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സന്തോഷം, ഷാരി ചേച്ചിയെ പറ്റിച്ചു. ഇനിയിപ്പോൾ ഈ സെഗ്മെന്റ് ചില സ്ഥലങ്ങളിലൊക്കെ കാണും. അപ്പം കഴിഞ്ഞോ കഴിഞ്ഞോ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്യണ്ട, ഇതെല്ലാം ഇടാം. ഒന്നും കൂടെ പോരട്ടെ. കഴിഞ്ഞോ കഴിഞ്ഞോ കഴിഞ്ഞോ? ആ ശരി, ഇതെല്ലാം റെക്കോർഡിംഗ് എല്ലാം അനുചേട്ടാ എല്ലാം കട്ട് ചെയ്യും. അപ്പോൾ പറ, നമ്മുടെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഇപ്പം നമ്മൾ ആനന്ദരാഗം റിലേറ്റഡ് ആണല്ലോ, ആനന്ദരാഗത്തിന്റെ ലൊക്കേഷനിലാണല്ലോ. അപ്പൊ ആനന്ദരാഗം കാണുക രാത്രി, എല്ലാ ദിവസവും രാത്രി 8 മണി. ആനന്ദരാഗം മാത്രമല്ല, നിന്റെ പ്രോജക്റ്റ് ഒക്കെ വരുന്നല്ലോ, അതൊക്കെ പറഞ്ഞു. എന്റെ പ്രോജക്റ്റുകളൊക്കെ ഇങ്ങനെ ഇപ്പൊ ആനന്ദരാഗത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിലിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെയാണ്, ലൊക്കേഷനിലാണ്. ഒരു 15-20 ദിവസത്തോളം നമ്മൾ ഇവിടെ തന്നെ ആയതുകൊണ്ട് വേറെ പ്രോജക്റ്റുകളൊന്നും നിലവിലെടുത്തിട്ടില്ല. ഇതിനു മുമ്പ് മഞ്ഞൾ വിരിഞ്ഞ പൂവ് സീരിയൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ആ ക്യാരക്ടർ അതിനകത്ത് തീർന്നായിരുന്നു. അപ്പോൾ ഇനിയിപ്പം സിനിമാക്കാരൊക്കെ ഈ ഇന്റർവ്യൂ ഒക്കെ കണ്ട് വരണം അത്രേ, കണ്ടിട്ട് വിളിക്കണം അത്രേ, വരണത്രേ. മൊത്തം എല്ലാം കൂടെ അമ്മ വടക്കാണേ, അച്ഛൻ തെക്കാണ്, ഇത് രണ്ടും കൂടെ ചേർന്ന് പോയി. അമ്മ കണ്ണൂര് നാടാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് ഞാൻ ഇങ്ങനെ ആയിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഐഡി ഒക്കെ ഒന്ന് ഫോളോ ചെയ്യണം. ഇൻസ്റ്റാഗ്രാം ലക്ഷ്മി സുരേന്ദ്രൻ ഒഫീഷ്യലാണ്, LAKSHMI. ഇൻസ്റ്റാഗ്രാം ഐഡി ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ പ്രപ്പോസൽസ് വേണമെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ അങ്ങോട്ട് കൊടുക്കാം. പേടിച്ചിട്ട് ആരും പ്രപ്പോസ് ചെയ്യത്തില്ല, ഇങ്ങനെ സംസാരിച്ചാൽ വരത്തില്ല ആരും. ചേട്ടാ എനിക്ക് പണ്ട് ഇപ്പോഴാണ് ചേട്ടാ ഇങ്ങനെ കുറെ ക്യാരക്ടർ മാറി മാറി വന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ പപ്പ റീസൺ ഒരു 4 വർഷമൊക്കെ ആയി മരിച്ചിട്ട്, പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് ആയിരുന്നു. അതിനു മുമ്പ് ഒരു ഇത്രയും പ്രശ്നമില്ലായിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു നമ്മള് കുറച്ചും കൂടി ഇങ്ങനെ നമുക്കുണ്ടാവുന്ന പ്രോബ്ലംസിന്റെ മേളിൽ കയറി നിന്നായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ഒരുപാട് മാറുന്നെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ ഒരു പാവമായിരുന്നു, സത്യമായിട്ട് പാവം. സീരിയസ്ലി 4 വർഷം എടുത്തപ്പോഴും പാവമായിരുന്നു. അപ്പം വളരെ സന്തോഷം ലക്ഷ്മി, ഇനിയും വിവരങ്ങളിൽ എത്തട്ടെ, സിനിമ തേടി എത്തട്ടെ, നല്ല ക്യാരക്ടർ, മനസ്സിൽ എന്ത് ക്യാരക്ടറാണോ ഉദ്ദേശിക്കുന്നത് അത് തേടി എത്തട്ടെ എന്ന് ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇനി സൂപ്പർ സ്റ്റാറുകളുടെ അവസരങ്ങൾ വരുമ്പോൾ അഭിനയിക്കുന്ന അവസരം വരെ കളയരുത്. പിന്നെ സീരിയലിൽ നായിക ഒരു ആർട്ടിസ്റ്റിനോട് ചോദിച്ചു, ഞാൻ ഇതിനു മുമ്പ് വേറൊരു ഇന്റർവ്യൂവിലും അത് പറഞ്ഞിരുന്നു, അത് എവിടെയാ സ്ഥലം എന്നൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ കൂടെ ഒരു ആർട്ടിസ്റ്റിനോട് ഞാനിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ പറഞ്ഞു, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവോ, എന്തെങ്കിലും വിഷമം ഉണ്ടായതായിട്ട്? ഞാൻ ഓൾറെഡി ചോദിച്ചു, ഒന്നും ഇല്ലെന്ന് പറഞ്ഞല്ലേ. ആണല്ലേ, അതിന് വേണ്ടിയിട്ടായിരുന്നു. പോട്ടെ, കുഴപ്പമില്ല. അപ്പം ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞേ, എടേ നീ നമ്മളിങ്ങനെ റീലൊക്കെ ചെയ്യുമ്പോൾ ഇവള് ഡാൻസ് കളിക്കാൻ വരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞെടി നീ ഡാൻസ് കളിക്ക്, നീ ഒന്ന് ചുമ്മാ യൂട്യൂബൊക്കെ എടുത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്യുക, ചിലതൊക്കെ ഞാനും പറഞ്ഞുതരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറെ സീനിയർ 1-2 ആർട്ടിസ്റ്റുകൾ ഉണ്ട് അവിടെ. അപ്പോൾ ഇവര് ഇങ്ങനെ കുറേ നേരം കേട്ടിട്ട് നിന്നു. അപ്പോൾ ഞാനപ്പോൾ എന്തോ ഡ്രോയിങ് എന്തോ ചെയ്തോണ്ടിരിക്കുക. ഞാൻ സമയം കിട്ടുമ്പോൾ ആർട്ടിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് പടം വരം പരിപാടി എല്ലാം ഉണ്ട്, പറ്റുന്ന എല്ലാം ട്രൈ ചെയ്യും. അപ്പം ലക്ഷ്മി, നീ ഇത്ര വർഷമായി ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു, നീ ഡ്രോയിങ് ചെയ്തു, നീ സിനിമ പാട്ട് പാടുന്നു, നീ ഡാൻസ് കളിക്കുന്നു, നീ എന്തൊക്കെ ചെയ്യുന്നു, അവക്ക് ഇതൊന്നും അറിയാതെ അവള് നായികയാണ്, നീ ഇതുവരെ നായികയായില്ലല്ലോ. ഞാൻ എന്തിനാ അങ്ങനെ ഒരു ലൊക്കേഷനെ പേര് പറയുന്നില്ല. പക്ഷെ ഞാൻ അതിനെ കരഞ്ഞൊന്നുമില്ല, പക്ഷെ അതിനെ ഞാനിങ്ങനെ ആ സംഭവത്തെ മനസ്സിലിട്ട് പിന്നെ മുമ്പോട്ട് പിന്നെ ജീവിക്കാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാല് അങ്ങനെ ഇല്ലല്ലോ, അങ്ങനെ ആവണമെന്നില്ലല്ലോ. എല്ലാവരും ആർട്ടിസ്റ്റാ. ഇന്ന് ഒരുപക്ഷെ കോ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് വന്നിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ചേട്ടൻ അപ്പുറത്തില്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിനകത്തൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ചേച്ചി എനിക്ക് നായിക ആവണ്ട, ഇപ്പം സെക്കൻഡ് ഹീറോയിനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് മിസ്സസ് ഹിറ്റ്ലറിനകത്ത്. ഓക്കെ,
അല്ലാണ്ട് ഈ പറഞ്ഞ എനിക്ക് അങ്ങനെ ആവണ്ട. ചിലപ്പോൾ എനിക്ക് അതല്ലായിരിക്കും, എനിക്ക് മലയാള സിനിമയിൽ നല്ല അതായിരിക്കും കഥാപാത്രം വിളിച്ചിരിക്കുന്നത്, ചെയ്യാൻ തീർച്ചയായിട്ടും. ഇരിക്കുന്ന ഞാൻ കയറി സീരിയലിൽ നായികയായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ എങ്ങനെ ഇരിക്കുന്നല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വില്ലത്തെ നോക്കി വെച്ചോ, ഈ ഒരു കഥാപാത്രത്തെ നോക്കി വെച്ചോ, നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും പാവമാണ് ഞാൻ. എന്നുവെച്ചാൽ ഈ ക്യാരക്ടറിന് അനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും റോൾസ്, അതായത് ഇപ്പം ഈ സംസാരിക്കുന്ന കിളി പോയ ക്യാരക്ടർ അനുസരിച്ച് വരുന്ന ഏതെങ്കിലും റോൾ ഉണ്ടെങ്കിൽ ഡയറക്ടേഴ്സ് പ്ലീസ് വിളിക്കണം. ലക്ഷ്മി വന്ന് അഭിനയിക്കില്ലേ, അഭിനയിക്കത്തില്ലേ? അതിനകത്ത് പിന്നെ സൂപ്പർ സ്റ്റാർ ഉണ്ട് പോകത്തില്ല എന്നുള്ളതൊന്നും പറയരുത് കേട്ടോ. സൂപ്പർ സ്റ്റാർ എന്റെ ദൈവമേ, ഞാൻ ലാലേട്ടനെ മമ്മൂക്കേനെ ഒന്നും അല്ല പറഞ്ഞത്. വേറെ ഉണ്ട്, ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ. ശരി. അപ്പോൾ എന്തായാലും എല്ലാം നല്ലതായിട്ട് വരട്ടെ. അപ്പോൾ ഈ 2024 തീരുന്നതിന് മുമ്പ് ഒരു സിനിമ തേടിയെത്തട്ടെ, നല്ലൊരു ക്യാരക്ടർ തേടിയെത്തട്ടെ. തീർച്ചയായിട്ടും എത്തട്ടെ. നല്ലപോലെ കെഞ്ചിട്ടല്ലേ. അപ്പോൾ ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഡിയർ. താങ്ക് യു. വലിയ ക്യാരക്ടർ ഒന്നും വേണമെന്നില്ല, വലിയ നായികയായിട്ടോ സിനിമയിലൊക്കെ ചെറിയ എന്തെങ്കിലും നായികയായിട്ടല്ലേ. അപ്പോൾ എല്ലാവിധ ഭാഗങ്ങളും തരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മതി വെച്ചാണ്.